മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കുറയുമെന്ന പ്രതീക്ഷകൾ ഉയർന്നിട്ടും യാഥാർത്ഥ്യം അതിന്റെ വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയിടുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നുവെന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും സംഭവിക്കുന്നത് അതിന്റെ തികച്ചും വിരുദ്ധമായ ചിത്രമാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു സാധാരണ കടൽപാതയല്ല. ലോകത്തിലെ ഏകദേശം 20 മുതൽ 25% വരെ എണ്ണ വ്യാപാരം ഇതിലൂടെയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു സംഘർഷം പോലും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US-ഉം ഇറാനും തമ്മിലുള്ള വടംവലി മുറുകിയതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി കഴിഞ്ഞു. എന്നാൽ US ഒരു പോരാട്ടത്തിനല്ല ശ്രമിക്കുന്നതെന്നും ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറയുന്നുണ്ട്. 2026 ഫെബ്രുവരിയിൽ തുടങ്ങിയ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാൻ കടലിടുക്ക് നിയന്ത്രണത്തിലാക്കിയതോടെ നൂറുകണക്കിന് കപ്പലുകൾ കുടുങ്ങുകയും വ്യാപാര ഗതാഗതം തകർന്നടിയുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ അപകടകരമാക്കുന്നത് വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്നതിനൊപ്പം തന്നെ ആക്രമണങ്ങളും തുടരുന്നു എന്നതാണ്. ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, കപ്പലുകളെ തടയൽ ഇവയെല്ലാം ചേർന്നൊരു അർദ്ധ യുദ്ധാവസ്ഥ രൂപപ്പെടുകയാണ്. ഇത് യുദ്ധമല്ല എന്നും സമാധാനമല്ലെന്നും പറയാവുന്ന ഒരു അനിശ്ചിത ഘട്ടമാണ്. അമേരിക്കയുടെ നിലപാട് കടൽപാത തുറന്നു വെക്കണം, അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടരുത്. ഇറാന്റെ നിലപാട് സുരക്ഷയുടെ പേരിൽ നടക്കുന്ന സൈനിക ഇടപെടലുകൾ അംഗീകരിക്കാനാവില്ല. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ലോകത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. പ്രൊജക്ട് ഫ്രീഡം പോലുള്ള നീക്കങ്ങൾ ഒരു വശത്ത് സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമമായിരിക്കുമ്പോൾ മറുവശത്ത് അത് കൂടുതൽ സംഘർഷം സൃഷ്ടിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആഘാതം സമ്പദ് വ്യവസ്ഥയിലാണ് പ്രകടമാകുന്നത്. എണ്ണവില ഉയരുന്നു, ഗതാഗത ചെലവുകൾ വർദ്ധിക്കുന്നു, വിപണികളിൽ അനിശ്ചിതത്വം വ്യാപിക്കുന്നു. ഇതിനകം തന്നെ ഇന്ധനവില ഉയർന്നത് രാഷ്ട്രീയ സമ്മർദ്ദവും സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഘാതം നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണെന്നതാണ്. ഇത് വെറും സൈനിക ഏറ്റുമുട്ടലല്ല. ഇപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങൾ, കടൽ ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഇന്നത്തെ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനാൽ തന്നെ യുദ്ധത്തിന്റെ ഫലം കണക്കുകൂട്ടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. വെടിനിർത്തൽ ഉണ്ടായിട്ടും അത് തകരാനുള്ള സാധ്യത ഉയരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക. ചെറിയ സംഭവങ്ങൾ പോലും വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ നയിക്കാനാകുന്ന ഘട്ടത്തിലാണ് ലോകം നിൽക്കുന്നത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും സൈനിക നീക്കങ്ങൾ തുടരുന്നത് വിശ്വാസത്തിന്റെ അഭാവമാണ് വ്യക്തമാക്കുന്നത്. ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു വലിയ യാഥാർത്ഥ്യം വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇനി ഒരു പ്രാദേശിക പ്രശ്നമല്ല. ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി വളർന്നു കഴിഞ്ഞു. എണ്ണവില മുതൽ ഭക്ഷ്യവില വരെ, വ്യാപാരം മുതൽ രാഷ്ട്രീയ സ്ഥിരത വരെ ഈ യുദ്ധത്തിന്റെ പിടിവലി എല്ലാ മേഖലയിലും പ്രകടമായി കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കാത്തതായിരിക്കാം, പക്ഷേ അതിന്റെ ആഘാതത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുന്നില്ല. അവസാനം ഈ പ്രതിസന്ധി നമ്മെ ഒരു നിർണായക ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ യുദ്ധം എവിടെയാണ് അവസാനിക്കുന്നത്? ഇപ്പോൾ കാണുന്നത് വളരെ വ്യക്തമാണ്. വെടിനിർത്തൽ ഉണ്ടെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ല. സംഭാഷണം നടക്കുമ്പോഴും വിശ്വാസമില്ല. സമാധാനത്തിന്റെ വാക്കുകൾ പറയുമ്പോഴും സംഘർഷം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് പ്രതിസന്ധി ഒരു മുന്നറിയിപ്പാണ്. ലോകം ഒരു പുതിയ തരത്തിലുള്ള യുദ്ധകാലത്തിലേക്കാണ് നീങ്ങുന്നത്. അതിന്റെ അവസാനവും അതിന്റെ ആഘാതവും എത്രത്തോളം ആയിരിക്കുമെന്ന് ഇപ്പോൾ ആർക്കും ഉറപ്പായി പറയാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധം നീങ്ങുകയാണ്.